പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള്, നിരാശകള്, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ചില കെട്ടുകള്, തടസ്സങ്ങള്, ബന്ധനങ്ങള്, ഞങ്ങളുടെ മക്കളെ ഓർത്തുള്ള എല്ലാ വേദനകള് അങ്ങേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 2026 ദൈവൈക്യത്തിലും ദൈവകൃപയിലും ജീവിക്കാനുള്ള വലിയൊരു വിളി അങ്ങ് ഞങ്ങൾക്ക് നൽകി. അത് ജീവിക്കാൻ പറ്റാതെ പോകുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവെ അങ്ങ് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന പൈശാചിക സ്വാധീനങ്ങള്, അന്ധകാര ശക്തികള്, പൈശാചിക പീഡകള്, അതുമായിട്ട് ബന്ധപ്പെട്ട കെട്ടുകള്, ചില കെണികള്, ചില ബന്ധനങ്ങള് എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉണ്ണീശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം അതിനായി നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് നമ്മുടെ മക്കൾ വളർന്നു കാണണമെന്നുള്ളത്. എന്നാൽ ഇന്ന് ഒത്തിരിയേറെ മക്കളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് നമ്മുടെ മക്കളുടെ വളർച്ച മുരടിച്ചു പോകുന്ന, അല്ലെങ്കിൽ നിന്നു പോകുന്ന, അവസാനിച്ചു പോകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങള്, അവസ്ഥകള് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. ദിവസങ്ങളൊക്കെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങിയ അന്ന് മുതൽ ഇതുപോലുള്ള അനേക മക്കൾ ഇടയ്ക്ക് വെച്ച് പഠനം മുടങ്ങിപ്പോയി, വഴി പിഴച്ചു പോയി, ജീവിതം തന്നെ നിലച്ചു പോയി, ചില കെണിച്ചെന്ന് പെട്ടു, രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തില് വഴിമുട്ടിപ്പോയ ജീവിതങ്ങൾ, വളർച്ച മുരടിച്ചു പോയ മക്കള്, അല്ലെങ്കിൽ വളർച്ച അവസാനിച്ചു പോയ മക്കൾ. നമ്മൾ ഇന്ന് പ്രത്യേകം ആ വിധത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുടങ്ങിപ്പോയ പഠനങ്ങള്, വളർച്ചയ്ക്ക് പറ്റാത്ത വിധത്തിലുള്ള ചില രോഗങ്ങള്, ചില മാനസികമായ അസ്വസ്ഥതകള്, ചില ബന്ധനങ്ങള്, ചില മുറിവുകള്, ചില കുറ്റബോധങ്ങള്, ചില പാപത്തിന്റെ കെണികള്, ചില പാപകരമായ ബന്ധങ്ങള്, ചില ദുശീലങ്ങള്, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില ദുശീലങ്ങള്, അടിമത്തങ്ങള്, ചില ബന്ധങ്ങള്, മൊബൈൽ അടിമത്തം, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില പാപ സ്വഭാവങ്ങള്, ഇതിൽ കുടുങ്ങിപ്പോയിട്ട് വളരേണ്ട മക്കള്, എവിടെ ചെല്ലേണ്ട മക്കളാ, വളർച്ച മുരടിച്ചു പോയ മക്കളെ അനേകം നമ്മൾ കാണുന്നു. അവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, തൈത്തണ്ടിനോട് ശാഖയെന്ന പോലെ എന്നോട് ചേർന്ന് നിൽക്കുന്ന മക്കള് വളരും, ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഈ ഒരു അടിസ്ഥാനം നമുക്ക് വേണം. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തില് 2-ാം അധ്യായത്തിന്റെ 40-ാം വചനവും 52-ാമത്തെ വചനവും ഈശോ വളർന്നതിനെ കുറിച്ച്, ഈശോ മനുഷ്യനായിട്ട് അവതരിച്ച് എങ്ങനെ വളർന്നു എന്നതിനെ കുറിച്ച് വചനം പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 40-ാം വചനം പറയുകയാണ്, ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഒന്ന്, ശിശു വളർന്നു എങ്ങനെ? ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ്. ഇന്ന് ഈ ജ്ഞാനം നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അറിവൊക്കെ ഉണ്ട്, പക്ഷെ ജ്ഞാനമില്ല. അതുകൊണ്ട് ജ്ഞാനം, ദൈവിക ജ്ഞാനം, ജ്ഞാനത്തിന്റെ പുസ്തകം വായിക്കുമ്പോ ദൈവഭയം, അറിവിന്റെ ആരംഭം, ജ്ഞാനത്തിന്റെ അടിസ്ഥാനം എല്ലാം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വർഗത്തിന്റെ പ്രകാശത്തിൽ ലഭിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. അത് തീരുമാനമെടുക്കും എല്ലാത്തിനെയും കുറിച്ചും. ഈ ജ്ഞാനം പോയാൽ പിന്നെ ലോകാരൂപി കയറും. ലോകത്തിന്റെ പഠനങ്ങള്, ലോകത്തിന്റെ PhD, ലോകത്തിന്റെ ഡിഗ്രികള്, ലോകത്തിന്റെ ഈ ദിവസങ്ങളൊക്കെ കുറെ പേര് പറഞ്ഞു, നന്നായിട്ട് പഠിച്ചു പോയ മക്കളാ. സയൻസ് പഠിച്ചു, പരിണാമ സിദ്ധാന്തം, മറ്റ് സയൻസിന്റെ വിഭാഗങ്ങൾ പഠിച്ചപ്പോ മക്കള് പറയാ ദൈവമൊന്നും ഇല്ല, അതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ സയൻസാണ്. അങ്ങനെ വേണ്ട, അത് ദൈവിക ജ്ഞാനമില്ല, അത് ലോകത്തിന്റെ അറിവ്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനം നിറഞ്ഞ് ശക്തരാകണം. 2, ദൈവത്തിന്റെ കൃപ
അവന്റെ മേലുണ്ടായിരുന്നു. ദൈവകൃപ. ഇനി 52-ാമത്തെ വചനം പറയാണ്, ശിശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ജ്ഞാനത്തില്, പ്രായത്തില്, ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പില് പ്രീതിയിൽ വളർന്നു വന്നു. ഇതാണ് വളർച്ച. ജ്ഞാനം, ദൈവകൃപ, മനുഷ്യരുടെ പ്രീതി, ദൈവത്തിന്റെ ഭയം, ദൈവത്തിന്റെ ബന്ധം, ദൈവത്തിന്റെ ഉള്ള പ്രീതി, ഇതിലൊക്കെ ദൈവത്തിന്റെ മക്കൾ വളർന്നു വരണം. ഈശോ ഉത്തമ മാതൃക നൽകി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൈശാചികമായ സ്വാധീനങ്ങൾ, ലോകത്തിന്റെ സ്വാധീനങ്ങള്, ലോകാരൂപി, ലോകത്തിന്റെ അറിവ്, സയൻസിന്റെ ഒരു പ്രത്യേക ലോകം, ശരിക്കും സയൻസ് ഒക്കെ പഠിച്ച ദൈവം ഉണ്ടെന്നൊക്കെ ഏറ്റവും പറഞ്ഞ് വിശ്വാസം കൂടുള്ളൂ. നല്ല സയന്റിസ്റ്റിനെ നോക്കിയേ, അവരൊക്കെ ഭയങ്കര വിശ്വാസികളായിരുന്നു. ഈ അവിടെ നിന്നും കുറച്ച് പഠിച്ചു, ഇവിടുന്ന് കുറച്ച് പഠിച്ചു, കുറെ തത്വശാസ്ത്രം പഠിച്ചു, കുറെ നിരീശ്വരവാദം പഠിച്ചു, കുറെ ലോകാരൂപിയുടെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതില് ഭയങ്കരമായ പൈശാചികത. പിന്നെ സിനിമ പറയുന്നു, കൂട്ടുകാർ പറയുന്നു, കോടതി പറയുന്നു, ലോകത്തിന്റെ ഭൂരിപക്ഷം പറയുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ സ്വാധീനിക്കുന്നു. ഇപ്പൊ പഠിക്കാൻ പോയി കുറെ മക്കൾ കുറെ നാളുകൾ കേൾക്കുന്ന കാര്യങ്ങളാ. ബാംഗ്ലൂരോ ഡൽഹി അങ്ങനെ മറ്റ് മെഗാ സിറ്റികളിൽ ചെല്ലുമ്പോ മക്കൾ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഒരു മുറിയിൽ 5-8 പേരുണ്ടാവും. ഒത്തിരി മക്കൾ പറയാം, നല്ല പ്രാർത്ഥിക്കാനും വിശുദ്ധിയിലും വേറെ കൂട്ടുകെട്ടുകളില്ല, ബന്ധങ്ങളില്ല, പഠിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിച്ചു പോകുന്ന മക്കൾക്ക് മിക്കവാറും ഒറ്റപ്പെടുന്ന അനുഭവമാണ്. ദിവസങ്ങൾ കുറെ മക്കള് പഠനം മുടക്കി ഡിപ്രഷനെപ്പെട്ട് നാട്ടിൽ വന്നിട്ട് കാണാമെന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് പഠിക്കണ്ട, കാരണം എന്നെ ഒറ്റപ്പെടുത്തുക. ഒരു വെച്ച് പറയാം, ഈ കൂട്ടുകാരൊക്കെ ഇഷ്ടംപോലെ ഫോൺ വിളിക്കാം, രാത്രിയൊക്കെ ചിലപ്പോ കറങ്ങാൻ പോകും, ഇഷ്ടമുള്ള വരും, അവർക്കൊക്കെ മറ്റു കൂട്ടുകെട്ടുകളുണ്ട്, അവരൊക്കെ പിന്നാലെ പോകും. ഈ കൊച്ചതൊന്നുമില്ല. അതുകൊണ്ട് ഈ കൊച്ചിനോട് ദേഷ്യം. ഇവളുമാര് കുറെ കഴിഞ്ഞിട്ട് എഴുന്നേക്കുള്ളൂ. ഇവള് കൃത്യമായിട്ട് ക്ലാസ്സിൽ പോണെങ്കിൽ അപ്പൊ ഇവര് പറയും ഒരുമിച്ച് പോയാൽ മതി, ലേറ്റായിട്ട് ക്ലാസ്സിൽ പോകും. അത് പിടിക്കപ്പെടും. അത് ചോദ്യം ചെയ്യുമ്പോ അത് ആകെ പ്രശ്നം. ഈ കൊച്ചിന് പോകണമെന്നുണ്ട്, പക്ഷെ വിടില്ല. കൂട്ടുകാരുടെ പ്രഷർ, നല്ല മക്കളെ പോലും ജീവിപ്പിക്കാൻ പറ്റാതെ ഇവരടിച്ചു പൊളിച്ച് അങ്ങോട്ട് പോകും. പക്ഷെ കൊച്ചിന് ഭയങ്കര സങ്കടം, പേടി, ഒറ്റപ്പെടുത്തല്, ഡിപ്രഷൻ. എനിക്ക് പഠിക്കണ്ട. ലക്ഷങ്ങൾ മുടക്കി പഠിക്കാൻ പോയിട്ട് പഠനം മുടങ്ങിപ്പോയി ഡിപ്രഷനെ പെട്ടുപോയ ഒരു കൊച്ചൊന്നുമില്ല. ഇങ്ങനെ പല പല കൊച്ചുങ്ങൾ മക്കൾ വിദേശത്ത് പോയിട്ട് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുന്നു. ചിലരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നവര് ലിവിങ് ടുഗദർ. പിന്നെ അവന്മാര് പലതിനും പോകും, തർക്കടിക്കാൻ പോകും, മസാജിങ്ങിന് പോകും. പോകാൻ പറ്റാത്ത മക്കൾ അവിടെ ഒറ്റപ്പെടും, കളിയാക്കപ്പെടും, പിന്നെ ആകെപ്പാടെ പീഡിപ്പിക്കപ്പെടും. പിന്നെ അങ്ങനെ ജീവിക്കും. ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ, നിസ്സഹായതയില്, സാഹചര്യം അനുകൂലമല്ലാത്തതിന്റെ പേരില് പഠനം മുടങ്ങിപ്പോയ ഒത്തിരി മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ദാനിയേലിനെ പോലെ, ചന്ദ്രാക്കിനെ, മേശാക്കിനെയും അബദ്നഗയെയും പോലെ എവിടെ ചെന്ന് നിന്നാലും കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ മുറുകെ പിടിക്കാൻ, അതിനവർക്ക് ദൈവകൃപ വേണം, ശക്തി വേണം. ദൈവം കൂടെ നിന്ന് നമ്മുടെ മക്കളെ സഹായിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളുടെ പഠനം മുടങ്ങി പോകാൻ പാടില്ല. നമ്മുടെ മക്കൾ വളർച്ച മുരടിച്ച് അത് വളർച്ച മുട്ടിപ്പോകാൻ പാടില്ല. നമ്മുടെ മക്കൾ ദൈവകൃപയിൽ വളരണം. നമ്മുടെ മക്കൾ ജ്ഞാനത്തിൽ വളരണം. ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്ന ദൈവിക ശക്തിയാൽ അറിയപ്പെടാതെ നമ്മുടെ മക്കൾക്ക് പുറത്തുപോയി പഠിച്ച് ജയിക്കാൻ പറ്റില്ല. ഒത്തിരി മക്കൾ വിദേശത്തല്ലേ, ഒത്തിരി മക്കൾ ദൂരസ്ഥലത്ത് പഠിക്കാൻ പോയിക്കല്ലേ. ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി കരം പിരിച്ച് നാം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ തെറ്റായ സ്നേഹബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ വേണം. ഇതില്ലാത്തത് കുറവാണെന്നുള്ള രീതിയിൽ പല പല പഠിപ്പിക്കലുകളും സംസ്കാരങ്ങളുള്ള ഇതുകൊണ്ടൊക്കെ വളർച്ച മുട്ടിപ്പോയ അനേക മക്കളുണ്ട്. ഇതിനിടയ്ക്ക് ഡ്രഗിൽ കുടുങ്ങി, ചില പ്രേമബന്ധത്തിൽ കുടുങ്ങി, ചില ദുശീലങ്ങളിൽ കുടുങ്ങി. ഇതിനിടയിൽ നമ്മുടെ മക്കള് മൊബൈലിന്റെ പിടി കുടുങ്ങി. പിന്നെ 24 മണിക്കൂർ മൊബൈല്, പഠനമേ ഇല്ല, പരീക്ഷ പോലും പേടിയില്ല. ഒരു ഉന്നമറന്നൊരു പോക്ക്, ഉന്നൊന്നുമില്ല. നാളെ പരീക്ഷ, അത് പേടിയില്ല. പരീക്ഷ തോറ്റാലും കുഴപ്പമില്ല, പരീക്ഷ ഇതിലും കുഴപ്പം. അങ്ങനെ ഒരു പേടിയില്ലായ്മ, ഉന്നമില്ലായ്മ ഇന്ന് ഈ പിശാചിന്റെ കെണിപ്പെടുത്തി അവൻ കണ്ണ് കെട്ടി നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു സത്യമാണ്. അതുകൊണ്ട് പ്രകാശം നിറയാൻ, ജ്ഞാനം നിറയാൻ, കർത്താവിന്റെ ശക്തി നിറയാൻ, ദൈവകൃപ നിറയാൻ നമ്മുടെ മക്കളെ ഇതൊന്നും സ്വാധീനിക്കാതെ
നമ്മുടെ കർത്താവിന്റെ കൃപയാൽ പൊതിഞ്ഞ്, പ്രകാശത്താൽ പൊതിഞ്ഞ്, ജ്ഞാനത്താൽ നിറച്ച്, ശക്തിയാൽ ബലപ്പെടുത്തി നമ്മുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ വളരണം, നമ്മുടെ മക്കൾ ശക്തി പ്രാപിക്കണം, നമ്മുടെ മക്കൾ ജ്ഞാനത്തിൽ നിറയണം, മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുമ്പിൽ പ്രീതിയിലും ജീവിക്കണം. അങ്ങനെ ലോകാരൂപി അടിമപ്പെടാത്ത, അല്ലെങ്കിൽ ഒന്നും തടസ്സപ്പെടുത്താത്ത, വളർച്ച മുട്ടിപ്പോകാൻ ഇടയാകാത്ത വലിയ അഭിഷേകത്തോടെ, ശക്തിയോടെ, കരുത്തോടെ നമ്മുടെ മക്കൾ മുന്നോട്ട് പോകണമെങ്കിൽ മാതാപിതാക്കൾ അതിശക്തമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുറവുകളോർത്ത് മാപ്പ് ചോദിക്കാം, നമ്മുടെ വീഴ്ചകള്, നമ്മുടെ പോരായ്മകളോർത്ത് മാപ്പ് ചോദിക്കാം, നമ്മുടെ പ്രാർത്ഥനാ കുറവിനെ ഓർത്ത് മാപ്പ് ചോദിക്കാം. മക്കൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ പരാജയപ്പെട്ട ഒത്തിരി മേഖലകളുണ്ട്. ഇവർ ശക്തി പ്രാപിക്കണം, കൃപയിൽ നിറയണം, അവർ ദൈവത്തിൽ വളരണം, മനുഷ്യരുടെ മുമ്പിൽ പ്രീതിയിൽ വളരണം, ലോകാരോഗ്യം കീഴ്പ്പെടുത്താൻ പാടില്ല. ഇതൊക്കെ അറിഞ്ഞ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. ദിവ്യാന സന്നദ്ധിയില് ഇതുപോലെ വളർച്ച മുരടിച്ചു പോയ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾ പെട്ടുകിടന്ന കെണികള്, ചില ബന്ധങ്ങള്, ചില അടിമത്തങ്ങള്, ചില ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, ഇതെല്ലാം നമുക്കറിയാലോ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വളരുന്ന മക്കള് ഇതിലൊന്നും ചെന്ന് പെടാതെ സംരക്ഷിക്കപ്പെടാനും സ്വർഗത്തിന്റെ സഹായത്താൽ അതിസ്വാഭാവികമായ കൃപകളാൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ കർത്താവ് അനുഗ്രഹിച്ച് വളർത്തട്ടെ. നമ്മുടെ മക്കൾ കർത്താവിൽ വളരട്ടെ, കൃപയിൽ വളരട്ടെ, ജ്ഞാനത്തിൽ ശക്തി പ്രാപിക്കട്ടെ. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പ്രീതിയിലും വിശുദ്ധിയിലും കൃപയിലും വളർന്നു വരട്ടെ. തീഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ജീവൻ നൽകി, ജീവന്റെ സമൃദ്ധി നൽകി ഞങ്ങളെ വളർത്താനും ഞങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കാനും വേണ്ടി അങ്ങ് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്നത്. അങ്ങേ തിരുസന്നിധിയിലേക്ക്, അങ്ങേ തിരു ഹൃദയത്തിലേക്ക്, അങ്ങേ ദിവ്യ കാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ചും സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത കഴിഞ്ഞ ദിവസത്തില് പ്രത്യേകമാം വിധത്തില് ജീവിതത്തിലെ വളർച്ച മുട്ടിപ്പോയ മക്കള്, പഠനം മുടങ്ങി, മുന്നോട്ടുള്ള പോക്ക് മുടങ്ങി, അതിനനുസരിച്ച് ചില കെണികളിൽ ചെന്ന് പെട്ടു, തെറ്റായ സ്നേഹബന്ധങ്ങളില്, ദുശീലങ്ങളില്, മൊബൈൽ അടിമത്തത്തില്, ജഡിക പാപത്തില്, ലഹരിക്ക് അടിമപ്പെട്ടു പോയി. കർത്താവേ, വാശിയിലും വൈരാഗ്യത്തിലും വെറുപ്പിലും ഒക്കെ ചെന്നപ്പെട്ടു, കൂട്ടുകെട്ടി ചെന്നപ്പെട്ടു. ഈശോയെ, പഠിക്കണ്ട എന്നുള്ള ചിന്ത പോലും വന്നു, പഠനം മുടങ്ങി, ജോലി പോലും വേണ്ടെന്ന് വെച്ച മക്കള്, ഇനി ജീവിക്കേണ്ടെന്ന് പോലും വെച്ച് കഥകടച്ചിരിക്കുന്ന മക്കൾ, ഒത്തിരിയേറെ മക്കള് ഡിപ്രഷനിൽപ്പെട്ട് എല്ലാ മുറിയും അടച്ചിരിക്കുന്ന മക്കൾ, പല വിധത്തിലുള്ള ജീവിതം വഴിമുട്ടിപ്പോയ മക്കളെയാണ് കർത്താവേ ഞങ്ങൾ കാണുന്ന. നല്ല പ്രായം നഷ്ടപ്പെടുത്തുന്ന മക്കള്, പഠിക്കേണ്ട സമയം പഠിക്കാതെ കഴിയുന്ന മക്കള്, പേടിച്ച് വരച്ച ഡിപ്രഷനിൽപ്പെട്ട് കഥകടച്ചിരിക്കുന്ന മക്കള്, സ്വയെ അതിനിടയിൽ തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി അതിന്റെ പിന്നാലെ പോയി പാപത്തിൽ വീണ് ചിലപ്പോഴെങ്കിലും അകപ്പാറെ നശിച്ചു പോയ മക്കള്, ഡിപ്രഷനിൽപ്പെട്ടു പോയ മക്കള്, സ്വയ വലിയ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീഴ്ചകളെ ഓർത്ത്, ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത്, ദൈവകൃപയില്, ദൈവിക ശക്തിയില്, ജ്ഞാനത്തില് ഞങ്ങളുടെ മക്കളെ ഉറപ്പിക്കാൻ പരാജയപ്പെട്ടതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ശക്തി, കൃപ, അഭിഷേകം, ജ്ഞാനം കർത്താവെ നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ വളരട്ടെ. ഞങ്ങളുടെ മക്കള് പ്രായത്തില്, ജ്ഞാനത്തില്, ദൈവത്തിന്റെ മനുഷ്യന്റെ മുമ്പില് പ്രീതിയിലും വളരട്ടെ. കൃപ നിറഞ്ഞ് ശക്തി പ്രാപിക്കട്ടെ, ജ്ഞാനം നിറഞ്ഞ് അഭിഷേകം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കട്ടെ. അങ്ങ് പറഞ്ഞില്ലേ, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുകയും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന്. പരിശുദ്ധാത്മാവ് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സഹായിക്കട്ടെ, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കട്ടെ, അങ്ങയുടെ വചനം അനുസ്മരിപ്പിക്കട്ടെ. അങ്ങനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവകൃപയിലും ദൈവിക ശക്തിയിലും ഞങ്ങളുടെ മക്കൾ വളരട്ടെ. അതിനുവേണ്ടി ഈ വലിയ കൂട്ടായ്മ ലോകത്തെ നാനാഭാഗങ്ങളിൽ ഇരുന്ന്
മക്കളോടത്ത് നൊമ്പരം പേറിക്കൊണ്ട് സമാനമായ അവസ്ഥയിൽ തകർന്നു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ മക്കളോടും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ വളരട്ടെ കർത്താവേ, വഴിതെറ്റി പോകാതിരിക്കട്ടെ, ഉന്നം മറന്ന് ജീവിക്കാതിരിക്കട്ടെ, വഴിവിട്ട് പോകാതിരിക്കട്ടെ, കൃപയിൽ ജീവിക്കട്ടെ, ജ്ഞാനത്തിൽ വളരട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി ദൈവികാനുസരണത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഒപ്പം നമ്മുടെ മക്കളെ പോലുള്ള മറ്റെല്ലാ മക്കൾക്കും വേണ്ടിയും ദൈവികാനുസരണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഏതെങ്കിലും അവസ്ഥയിൽ പെട്ടുകിടക്കുന്നുണ്ടോ? അതുപോലത്തെ ആയിരക്കണക്കിന് മക്കൾ ലോകത്ത് നാനാഭാഗങ്ങളിൽ പെട്ടുകിടക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, സമാനമായ അവസ്ഥയിൽ പെട്ടുപോയ, തകർന്നു പോയ, ജീവിതം വഴിമുട്ടിപ്പോയ, വളർച്ച മുരടിച്ചു പോയ എല്ലാ മക്കൾക്കും വേണ്ടി ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെ പോലെ ജീവിതത്തിൽ വേദനിക്കുന്ന തകർന്നു പോയ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ശക്തിപ്പെടുത്തണമേ, രക്ഷിക്കണമേ, വളർത്തണമേ. ഈശോയെ പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ, കൃപയിൽ നിറയ്ക്കണമേ, ജ്ഞാനത്തിൽ വളർത്തണമേ, ഞങ്ങളുടെ മക്കളെ മുന്നോട്ട് നയിക്കണമേ. കർത്താവെ, അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അതിനുവേണ്ടി യാചിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കളോട് കരുണ തോന്നണമേ. വേദനിക്കുന്ന മക്കള്, നിസ്സഹായതയിൽ സാഹചര്യ സമ്മർദ്ദത്തിൽ പെട്ടുപോയ മക്കള്, മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്ന മക്കളുണ്ട്. ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കൂട്ടുകെട്ട് സാഹചര്യങ്ങൾ ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി കഴിയുന്ന അവസ്ഥകളുണ്ട്. ഈശോയെ, വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ കെണിയിൽപ്പെടുത്താതെ, സാത്താന്റെ കെണിയിൽ വീഴ്ത്താതെ, തകർക്കുന്ന, ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന സാത്താന്റെ കെണിയിൽപ്പെടാതെ കർത്താവെ സംരക്ഷിക്കണമേ, മുന്നോട്ട് നയിക്കണമേ, കൈ പിടിച്ച് നയിക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ സംരക്ഷിച്ച് പിടിക്കണമേ. ഈശോയെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.